ബോസിന് ശേഷം ആരെങ്കിലും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ ഷാനവാസ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരാളെ ഇങ്ങനെ എടുത്തൊന്നും പറയുന്നില്ല, ഇന്നയാള് വിളിച്ചു എന്നൊന്നും പറയുന്നില്ല. നമ്മളുടെ സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാത്രം സൗഹൃദങ്ങൾ. എല്ലാ കാര്യങ്ങളും പറയാനോ പോലും ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഇടിച്ചിരിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒന്നാമത് വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്. കാരണം മീഡിയയിൽ നിന്ന് എപ്പോഴാണ് പണി കിട്ടുക എന്നുള്ളത് ആൾക്കറിയാം. ഏതൊക്കെ എങ്ങനെയൊക്കെ സംസാരിച്ചാലാണ് മീഡിയസ് വളച്ചൊടിക്കുക എന്നുള്ളത് പുള്ളിക്കാരൻ വ്യക്തമായിട്ട് അറിയാൻ തോന്നണം. രണ്ടാമത് ആള് പൊതുവെ കുറച്ച് പക്വത ആ ഒരു ലെവലാണ് പുള്ളി സംസാരിക്കാറുള്ളത്. ബിഗ് ബോസ് വന്ന ശേഷം ആയാലും എല്ലാവരെയും ഇടിച്ച് കീറി അനാവശ്യമായിട്ട് അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ ഓവർ ഷോ കാണിക്കുക, അങ്ങനെയുള്ള ഒരു കലാപരിപാടിയും അനീഷ് ചെയ്തിട്ടില്ല. അതൊക്കെ തന്നെയാണ് അനീഷ് അവിടെ 100 ദിവസം പിടിച്ച് കളിച്ച് നിന്നത് ബിഗ് ബോസിൽ. അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വിജയിച്ചിട്ടുള്ള അനുമോളായാലും അല്ലെങ്കിൽ ഒരുപാട് കുറച്ച് എപ്പിസോഡിൽ നിന്ന് ഔട്ടായ ആളുകളൊക്കെ ബിഗ് ബോസിന് ശേഷം പുറത്തിറങ്ങിയ എല്ലാവരും കുറ്റം പറയുക, ബിഗ് ബോസിലുള്ള മത്സരാർത്ഥികളെ പറ്റി അനാവശ്യമായിട്ടുള്ള പ്രചരണങ്ങൾ, അതായത് അനാവശ്യമായിട്ടുള്ള റൂമേഴ്സ് ഉണ്ടാക്കി വിടുക. അത് എല്ലാ സീസണും ഉള്ള ഒരു പതിവ് തന്നെയാണ്. എല്ലാ മത്സരാർത്ഥികളും ഒന്നിനൊന്ന് മെച്ചം എല്ലാ സീസണിലും. പക്ഷേ ഈ പുള്ളിക്കാരൻ, ഈ അനീഷ് എന്ന വ്യക്തി ഒരാളെ പറ്റിയിട്ട് അനാവശ്യമായ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ആരെയാണ് വിളിച്ചതെന്നുള്ളത് ഓൺലൈൻ മീഡിയ ചോദിക്കുമ്പോൾ പോലും ഇന്നാളുടെ പേര് പറയുന്നില്ല. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഒരാളുടെ പേര് മാത്രം എടുത്ത് പറയുന്നില്ല എന്നുള്ളത് പുള്ളിക്കാരൻ അനീഷ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോൺഫിഡൻസ് ഗ്രൂപ്പൊക്കെ അദ്ദേഹം 10 ലക്ഷം കൊടുത്തിട്ടുണ്ട്. അപ്പൊ 101% ബിഗ് ബോസിലെ അർഹനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് അനീഷ് തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ഞാൻ മുൻപ് ചാനൽ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ്. അനീഷ് തന്നെയായിരുന്നു ഡിസർവ് ചെയ്യാനുള്ള ഒരു വ്യക്തി. ഈ ലാസ്റ്റ് നിമിഷത്തിൽ വോട്ട് തകിടം മറിയാനുള്ള കാരണം നമുക്കറിയാം, മുൻപ് ഒരുപാട് തവണ പറഞ്ഞുള്ള കാര്യമാണ്. അപ്പൊ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. അനുമോളേക്കാൾ ഒന്നുകൂടി ഒരു ചാൻസ്, അല്ലെങ്കിൽ ഒന്നുകൂടി ജനപ്രീതി കിട്ടേണ്ട, അല്ലെങ്കിൽ ഈ കപ്പ് സീസൺ 7 കൊണ്ടുപോകാൻ ഒന്നുകൂടി യോഗ്യനായിട്ടുള്ള ആള് അനീഷ് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അതിനെ പറ്റൊന്നും പറഞ്ഞ കാര്യമില്ല. അനീഷിന്റെ മേഖലയിൽ പ്രശസ്തനാവട്ടെ, അല്ലെങ്കിൽ മുന്നേറ്റം ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ. അനുമോൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഗ്രാംസും ഉദ്ഘാടനങ്ങളും ഷോസും കിട്ടുന്നുണ്ട്. ഇനി അവരുടെ ലൈഫിൽ അങ്ങനെ പൊക്കോട്ടെ. ഇനി ഈ ബിഗ് ബോസിന്റെ ഒരു ഇത് നമ്മൾ ഇനി കണ്ടന്റ് ചെയ്യില്ല എന്ന് പറയുമ്പോഴും ഇവർ ഓരോരോ കണ്ടന്റ് നമുക്കായിട്ട് എടുത്തിടും. എന്നെപ്പോലുള്ള തുടക്കക്കാരൊക്കെ ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഇവർ കണ്ടന്റ് എടുത്തിടും. അപ്പൊ അത് നമ്മൾ വീഡിയോ ചെയ്യുന്നു, നമ്മൾ മോട്ടിവേഷൻ ആവുന്നു. ബിഗ് ബോസ് സീസണിലും ഉള്ളൊരു സംഭവമാണ് ബിഗ് ബോസിനകത്ത് നടന്നതിനേക്കാളും കൂടുതൽ കോൺട്രവേഴ്സിയും കാര്യങ്ങളും തമ്മിലടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ്, ലൈവിൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അനാവശ്യ തെറി പറയുക, അങ്ങനെയുള്ള കലാപരിപാടികൾ എല്ലാ സീസണിലും ഉള്ള സംഭവം തന്നെ. പക്ഷെ ഈ സീസണിൽ സാധാരണ ജയിച്ച ആളുകൾ തമ്മിലൊക്കെ ആയിരുന്നു അങ്ങനെയുള്ളൊരു ഇത് നടക്കാറുള്ളത്. ഇപ്പോൾ അനുമോളുടെ സ്റ്റേജ് ഷോയും കാര്യങ്ങളും സ്വീകരണം അങ്ങനെ പോകുന്നുണ്ട്. അനീഷാണെങ്കിൽ കുറച്ചുകൂടി ഈ ലെവലിൽ പോകുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും പെടാതെ കുറച്ച് ആളുകൾ ബിഗ് ബോസ് തുടങ്ങി ഒരു 2-3 ആഴ്ച കഴിയുന്ന ഉടൻ തന്നെ ഔട്ടായി പോയി. അവരെല്ലാം അതിനുള്ള അർഹത അവർക്കുണ്ടായിരുന്നല്ലോ. അവരൊക്കെയാണ് ഇപ്പോ ഈ കപ്പ് കൊണ്ടുപോയി അനുമോളെക്കാളും അല്ലെങ്കിൽ സെക്കൻഡ് അനീഷിനേക്കാളും കൂടുതൽ ഇന്റർവ്യൂസ് കിട്ടുന്ന അവർക്കാണ്. കാരണം അവരുടെ മെയിൻ കണ്ടന്റ് എന്ന് വെച്ചാൽ കുറ്റം പറയാം. ബിഗ് ബോസിൽ ഇപ്പൊ അനുമോളിലെ പി ആർ ബിനു എന്നറിയപ്പെടുന്ന ആ വ്യക്തി, അയാളെ കുറ്റം പറയാ, അല്ലെങ്കിൽ അനുമോൾ ക്യാഷ് കൊടുത്തിട്ടാണ് ബിഗ് ബോസ് കപ്പ് മേടിച്ചത്, ആ രീതിയിൽ സംസാരിക്കുക. അനീഷ് പിന്നെ ആരും പറഞ്ഞിട്ടില്ല. മെയിൻ ടാർഗറ്റ് അനുമോൾ. അത് അങ്ങനെ ബിഗ് ബോസ് തുടങ്ങിയ സമയത്തല്ല, ബിഗ് ബോസിന്റെ ഒക്കെ അനുമോള് കപ്പ് കൊണ്ടുപോകും അല്ലെങ്കിൽ അനുമോള് വിന്നറാകും എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോൾ മുതൽ അറ്റാക്ക് തുടങ്ങിയാണ്. അതിൽ 100 അടക്കം ആ സമയത്ത്. അപ്പോ ഇപ്പോഴും അതിൽ 100 കാര്യമല്ല പറയണത്. ഇപ്പോഴും ബിഗ് ബോസിന് ആ ഒരു സമയത്ത് ഒരു മാസം അല്ലെങ്കിൽ 1 മാസം പോലും തേച്ച് നിൽക്കുന്ന ആളുകൾക്ക് അവിടെ നിന്ന് ഔട്ടായിട്ട് ഇവിടെ വന്നിട്ട് ഇപ്പുറത്തെ ഈ ചാനൽ ഇന്റർവ്യൂ കൊടുത്ത് കപ്പ് മേടിച്ചിട്ട് പോയ ആളുകളെ കുറ്റം പറയുന്ന ഒരു പ്രവണത ഉള്ളത്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു അനുമോളുടെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അനീഷിന്റെ ക്വാളിറ്റി ഒക്കെ എനിക്ക് തോന്നുന്നില്ല ഇവരെ പോലെ ഇന്റർവ്യൂ കൊടുത്ത് കുറ്റം പറയുന്ന ഒരു നേച്ചർ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പിന്നെ പ്രത്യേകിച്ച് അനുമോളും നല്ല രീതിയിൽ സൂക്ഷിച്ചാണ് സംസാരിക്കുന്നത്. സ്റ്റേജിൽ പോയവരെന്തെങ്കിലും ഒരു ഓൺലൈൻ മീഡിയസ് എല്ലാം കൊസറക്കൊള്ളി ചോദ്യം ചോദിക്കണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ അനുമോള് വളരെ ആലോചിച്ച ശേഷം അനുമോള് വർത്തമാനം പറയുള്ളൂ. അത് അനുമോളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. കാരണം നമ്മുടെ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്. ഞാൻ മുൻപ് ഇവിടെ ചെയ്ത പോലെ എടുത്ത് നമ്മുടെ തലയെടുത്ത് വെക്കും, എന്തെങ്കിലും നെഗറ്റിവിറ്റി തള്ളി താഴെയിടും. അത് എത്ര വലിയ സെലിബ്രിറ്റി ആയാലും അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അനുമോള് അത് കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് അനുമോൾ. കാരണം അനുമോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടിയിട്ട് കുറെ കാലമായി.
ഒരുപാട് പരിപാടികൾ അവർ ചെയ്തിട്ടുണ്ട്, സീരിയൽ അഭിനയിച്ചിട്ടുണ്ട്, ടെലിവിഷൻ ഷോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനുമോൾക്ക് അറിയാം പൾസ് എന്താണ്, ഈ സോഷ്യൽ മീഡിയയുടെ പൾസ് എന്താണെന്ന് കാര്യം അനുമോൾക്ക് അറിയാം. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു, പ്രത്യേകിച്ച് ഇപ്പോൾ അത്യാവശ്യം മുൻപത്തേക്കുള്ള ഫാൻ ബേസ് കൂടിയുള്ള ഒരു സ്ഥിതിയാണ് ഇപ്പോൾ. അപ്പോൾ അനുമോൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് തന്നെയാണ് വർത്തമാനം പറയുന്നത്. അനീഷും അത് കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. അതായത് ഇപ്പോൾ ആളുകൾക്കുള്ള സ്നേഹം, അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആദരവ് അല്ലെങ്കിൽ ബഹുമാനം, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് നിലനിന്ന് പോകണം എന്നുള്ളൊരു നിർബന്ധം, അല്ലെങ്കിൽ ഒരു മെത്തേഡിലാണ് പുള്ളിക്കാരൻ സംസാരിക്കുക. ഒരാളെയും കുറ്റം പറയാതെ, അല്ലെങ്കിൽ ഒരാളോടും വേദനിപ്പിക്കുന്ന വർത്തമാനം പറയാതെ, കുറച്ച് നന്മമരം കളിക്കുന്ന രീതിയിലാണ് അനീഷ് കളിക്കേണ്ടത്. ബിഗ് ബോസ് ഉള്ള സമയത്ത് പുള്ളിക്കാരൻ അങ്ങനെയായിരുന്നു. അതായത് എല്ലാവരും കൂടെ ആരാണ് ഒറ്റപ്പെടുത്തുന്നത്, അവിടെ പോയിട്ട് പുള്ളിക്കാരൻ നന്മ കളിക്കും. ഞാൻ മുൻപ് വീട്ടിൽ ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആളുടെ ഒരു ക്വാളിറ്റി തന്നെയാണ്. അനീഷിന്റെ ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ, അക്ബർ എവിക്റ്റഡ് പോകുന്ന സമയത്ത് അനീഷിനെ ഹഗ് ചെയ്തിട്ട് പറഞ്ഞുള്ള കാര്യമാണ്. അതായത് ഒരു ബൗണ്ടറി ക്രോസ് ചെയ്തിട്ട് ഒരിക്കലും അനീഷ് ആരെയും വേദനിപ്പിക്കാറില്ല. അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ ബോഡി ഷേം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനീഷ് പറയാറില്ല. ബിഗ് ബോസിൽ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കാറില്ല, വീട്ടിലുള്ള ആളുകളെ മെൻഷൻ ചെയ്യാറില്ല. അപ്പൊ ആ ഒരു ക്വാളിറ്റി, ആ ഒരു സ്ട്രാറ്റജിയിലാണ് അനീഷ് ഗെയിം കളിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അനീഷിന് അവിടെ ജനപ്രീതി കിട്ടുകയും ചെയ്തത്. 1-2 തവണയൊക്കെ ഈ ഹോംററിന്റെ ഒരു വിറ്റിംഗ് കളർക്ക് കളിച്ചെങ്കിൽ കൂടി അവിടെ അനുമോളേക്കാൾ ഒന്നുകൂടി ഒരു ചാൻസ്, അല്ലെങ്കിൽ ഒന്നുകൂടി ജനപ്രീതി കിട്ടേണ്ട, അല്ലെങ്കിൽ ഈ കപ്പ് സീസൺ 7 കൊണ്ടുപോകാൻ ഒന്നുകൂടി യോഗ്യനായിട്ടുള്ള ആള് അനീഷ് തന്നെയായിരുന്നു. ഇനിയിപ്പോൾ അതിനെ പറ്റൊന്നും പറഞ്ഞ കാര്യമില്ല. അനീഷിന്റെ മേഖലയിൽ പ്രശസ്തനാവട്ടെ, അല്ലെങ്കിൽ മുന്നേറ്റം, ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ. അനുമോൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോഗ്രാംസും ഉദ്ഘാടനങ്ങളും ഷോസും കിട്ടുന്നുണ്ട്. ഇനി അവരുടെ ലൈഫിൽ അങ്ങനെ പൊക്കോട്ടെ. ഇനി ഈ ബിഗ് ബോസിന്റെ ഒരു ഇത് നമ്മൾ ഇനി കണ്ടന്റ് ചെയ്യില്ല എന്ന് പറയുമ്പോഴും ഇവർ ഓരോരോ കണ്ടന്റ് നമുക്കായിട്ട് എടുത്തിടും. എന്നെപ്പോലുള്ള തുടക്കക്കാർക്കായിട്ടുള്ള യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ട് ഇവർ കണ്ടന്റ് എടുത്തിടും. അപ്പൊ അത് നമ്മൾ വീഡിയോ ചെയ്യുന്നു, നമ്മൾ മോട്ടിവേഷൻ ആവുന്നു.